ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ശബ്ദം തന്നെയായിരുന്നു അല്ലേ ഇത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്നൊന്നും ടി വി ഇല്ലല്ലോ. ഏക ആശ്രയം, നമ്മുടെ സന്തോഷം, നമ്മുടെ എൻജോയ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ റേഡിയോയിലൂടെ കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോഴേ അന്നും അപൂർവം വീടുകളൊക്കെ തന്നെയാണ് റേഡിയോയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ചുറ്റിലുള്ളവരും റേഡിയോ കാണാനാണെങ്കിലും പത്രം വായിക്കാനാണെങ്കിലും എൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിരുന്നത്. നമ്മൾ ആ കാലഘട്ടങ്ങളിലും റേഡിയോയുടെ ഒക്കെ വലിപ്പവും സ്റ്റൈലൊക്കെ അനുസരിച്ച് ആളുകളെ വിലയിരുത്താറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിലയിരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്ന്. അല്ല കേട്ടോ, നമ്മൾ അന്നും സാധാരണ ആളുകളായിരുന്നു. എൻ്റെ അച്ഛനൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, മക്കൾ നന്നായിട്ട് പഠിക്കണമെന്ന്, പഠിച്ച് ജോലിയൊക്കെ നേടണം, എന്നിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ളവരുടെ ചിന്താഗതി 10-16 വയസ്സാകുമ്പോഴേക്കും മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അച്ഛന് ഞങ്ങൾ ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാറായിട്ട് മതി. ഏതെങ്കിലും പ്രതിസന്ധി ജീവിതത്തിലുണ്ടായാലും അതൊക്കെ തരണം ചെയ്യാനുള്ള പ്രാപ്തിയും അറിവും ജോലിയും ഒക്കെ നല്ലതല്ലേ എന്നാണ് അച്ഛൻ്റെ ഭാഷയായിരുന്നത് കേട്ടോ. പുരോഗമന ചിന്താഗതിയായിരുന്നു എൻ്റെ അച്ഛൻ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ആ പഠിപ്പിന് കൊടുക്കുന്ന പ്രാധാന്യം അനുസരിച്ച് പഠിക്കാൻ എന്തൊക്കെ നമുക്ക് സഹായം, അറിവ് കിട്ടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണോ അതൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് സാധിച്ചും തന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള കാര്യങ്ങളാണ് ഈ റേഡിയോ, പത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ വളരെ വേദനയോടെ അച്ഛനെ ഈ സമയത്തൊക്കെ ഓർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ റേഡിയോയ്ക്ക് എൻ്റെ അച്ഛൻ്റെ റോളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കും. നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്ന സമയമാണെങ്കിലും ജോലിക്ക് പോകുന്ന സമയമാണെങ്കിലും മതി, ഇനി പോയേ കുളിക്കാൻ നോക്കിയേ, ഇറങ്ങാൻ നോക്കിയേ, ബസ് മിസ്സാവും എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് റേഡിയോയും ചെയ്യാറുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഓരോ സമയവും നമുക്ക് ഇന്ന ജോലി കഴിയാൻ ഇത്ര സമയം, കുളിക്കാൻ ഇന്ന സമയത്ത് കയറാം എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ. വീട്ടിൽ നിന്ന് നിന്ന സമയത്ത് ഇറങ്ങിയാൽ ഇന്ന ബസ് കിട്ടും എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അച്ഛനായിട്ടാണ് എനിക്ക് റേഡിയോനെ തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എന്നെപ്പോലെ ജോലിക്ക് പോയിരുന്ന വീട്ടമ്മമാർക്കൊക്കെ റേഡിയോ അങ്ങനെ തന്നെയായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ റേഡിയോ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയത്. അതുപോലെ തന്നെ EM ആകാശവാണി സംപ്രതി വാർത്താഹ സൂയന്തം പ്രവാചക ബൽദേവാനന്ദ സാഗരഹ എന്നൊക്കെ പറയണത് അന്ന് സംസ്കൃതം അറിയാത്ത കുട്ടിക്കാലത്ത് പോലും നമ്മളൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ മാത്രമല്ല, മുതിർന്നവർ പോലും അത് കാരണം അത്രയും ഹൃദ്യസ്ഥമായിരുന്നു ആ വാക്കുകളൊക്കെ അല്ലേ.